ഓക്കെ. ഹരിത ലാൽ ചെയ്ത് കഴിഞ്ഞായിരുന്നോടാ? ഇതെല്ലാം കംപ്ലീറ്റ് ആക്കിയായിരുന്നോ? ചെയ്തിട്ടുണ്ട് മാം. ഞാൻ കഴിഞ്ഞ ആഴ്ച ലീവ് ആയിരുന്നു. എത്ര ചെയ്യാനുണ്ട്? ബിക്കോസ് ഇന്ന് നമുക്കധികം ചെയ്യാനില്ല, അതിനോണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എത്ര പെൻഡിങ് ഉണ്ട് നിനക്ക്? ഏതുവരെ ചെയ്തു? ഇനി കുറച്ചും കൂടി ഉള്ളൂ മാം. ഏതാ പേജ് ഒബ്ജക്ട് മോഡൽ കംപ്ലീറ്റ് ആയി? അതെ. പേജ് ഒബ്ജക്ട് മോഡൽ കംപ്ലീറ്റ് ആയി. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഏതാണ്ട് എടുത്തിട്ടുണ്ടായിരുന്നേ? കഴിഞ്ഞ ഡേ ഞാൻ ലീവായിരുന്നു മാം. എടാ ഭാഗ്യ അല്ലെങ്കിൽ ഹരിത എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ലിസണർ റിപ്പോർട്ട് ജനറേഷൻ ചെയ്തായിരുന്നു, അതുപോലെ സ്ക്രീൻഷോട്ടും. അതില്ല മാം. ഓക്കെ, എന്നാ ഒരു കാര്യം ചെയ്യാം. എന്റെ റെക്കോർഡിങ്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, ഞാനത് അപ്ലോഡ് ചെയ്യാം. സോ അത് വെച്ചിട്ട് അതും പിന്നെ ഭാഗ്യയുടെ ഗിറ്റ് റെപ്പോ കയ്യിലുണ്ടല്ലോ, അപ്പൊ ഭാഗ്യയുടെ റെപ്പോ നോക്കിയിട്ട് ആ ലിസണറിന്റെയും ഇതിന്റെയും കോഡ് ആഡ് ചെയ്യാം കേട്ടോ. അതിന്റെ എക്സ്പ്ലനേഷൻസ് ആ റെക്കോർഡിങ്സിൽ നോക്കണേ. എന്നിട്ട് ക്ലിയർ ആവാണെങ്കിൽ എന്നോട് ചോദിക്കണം. അങ്ങനെ എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നാൽ മതിയോ? ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നീ അത് നോക്കി നോക്ക്, റെക്കോർഡിങ്സ് നോക്കി നോക്ക്. എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണമെങ്കിൽ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് നിനക്ക് ഡൗട്ട്സ് ഉണ്ട്, നിനക്ക് പ്രൊജക്ട് പെൻഡിങ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫീസിലേക്ക് വരുന്ന പോലെ ചെയ്യാം. ഓക്കെ. സോ ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്തേ, ഹരിത അല്ലെങ്കിൽ ഭാഗ്യ. ഹരിതയ്ക്ക് ഞാൻ ഒരു കറക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹരിദാസിന്. ഞാൻ കേട്ടായിരുന്നു, ഞാനത് കറക്റ്റ് ചെയ്തേക്കണേ. ഓക്കെ. ഭാഗ്യം ഷെയർ ചെയ്തേടാ. ഓക്കെ, സ്ക്രീൻഷോട്ട് യൂട്ടിലിറ്റി ചെയ്തു, റിപ്പോർട്ട്സ് പറഞ്ഞല്ലേ? ഇതുവരെ ഡൗട്ട്സ് ഇല്ലല്ലോ അവിടെ? റിപ്പോർട്ട്സ് വരെ ക്ലിയർ അല്ലേ? റിപ്പോർട്ട്സിൽ യൂസ് ചെയ്യുന്ന ഇന്റർഫേസ് ഏതാണ്, അതുപോലെ തന്നെ നമ്മൾ അതിൽ ഓവർറൈഡ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഡൗട്ട്സ് ഇല്ലല്ലോ? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? ഒന്നുകൂടെ ചെയ്യാമോ? ഓക്കെ. ആദ്യം തന്നെ എക്സ്റ്റെൻഡ് റിപ്പോർട്ട് യൂട്ടിലിറ്റി. ഹരിതൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ മാം. ഓക്കെ. സോ എക്സ്റ്റെൻഡ് റിപ്പോർട്ട് യൂട്ടിലിറ്റി എന്ന് പറയുന്ന ക്ലാസ് ആക്ച്വലി നമ്മുടെ റിപ്പോർട്ടിന്റെ ടെംപ്ലേറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഏത് ഫോൾഡറിൽ എനിക്കൊരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണം, പ്ലസ് എന്തൊക്കെ ഇൻഫർമേഷൻസ് ഞാൻ സെറ്റ് ചെയ്യണം, അങ്ങനെ എന്നിങ്ങനെയുള്ള കുറെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് എക്സ്റ്റെൻഡ് റിപ്പോർട്ട് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ ക്ലാസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ക്ലിയർ അല്ലടാ ഞാൻ ഇപ്പൊ പറഞ്ഞത്? എക്സ്റ്റെൻഡ് റിപ്പോർട്ട് യൂട്ടിലിറ്റിന്റെ യൂസ് ക്ലിയർ ആണോ? അതെ. നമ്മളവിടെ എന്തൊക്കെ ഇൻഫർമേഷൻ സെറ്റ് ചെയ്തു? ഒന്നും കൂടെ ഒന്ന് പറയാമോ? പറയാം. സോ എക്സ്റ്റെൻഡ് റിപ്പോർട്ട് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ ക്ലാസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ റിപ്പോർട്ടിന്റെ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ്. നമ്മൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ എക്സിക്യൂട്ട് ടെസ്റ്റ് കേസിന്റെ റിസൾട്ട് എന്താണ്, റിസൾട്ട്സ് എന്തൊക്കെയാണെന്നൊരു ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടെംപ്ലേറ്റ് വേണ്ടേ? ആ ടെംപ്ലേറ്റ് ആണ് നമ്മളോട് ജനറേറ്റ് ചെയ്യുന്നത്, എക്സ്റ്റെൻഡ് റിപ്പോർട്ട് യൂട്ടിലിറ്റിയിൽ ജനറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ യൂട്ടിലിറ്റിയെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, തൊട്ടിപ്പുറത്ത് ലിസണർ എന്ന് പറഞ്ഞൊരു ക്ലാസ് കണ്ടോ? അത് SRC ടെസ്റ്റ് ജാവയിൽ റിപ്പോർട്ട് ജനറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് ഉണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാക്കേജ് ആണ്. അതിലാണ് ലിസണർ എന്ന് പറഞ്ഞ ക്ലാസ് ഉള്ളത്. സോ ഈ ക്ലാസ് ഐടെസ്റ്റ് ലിസണർ എന്നൊരു ക്ലാസ്സിനെ, ഒരു ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? ഓക്കെ. സോ ഈ ഐടെസ്റ്റ് ലിസണർ എന്ന് പറഞ്ഞ ഇന്റർഫേസിന്റെ അകത്ത് ഇൻബിൽട്ട് ആയിട്ട് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഓൺ ടെസ്റ്റ് സ്റ്റാർട്ട്, ഓൺ ടെസ്റ്റ് സക്സസ്, ഓൺ ടെസ്റ്റ് ഫെയിലിയർ, അതുപോലെ ഓൺ ടെസ്റ്റ് സക്സസ് വിത്ത് പെർസെൻറ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫങ്ഷൻസ് ഉണ്ട്. സോ ഇവിടെ മെത്തേഡ്സ് ഉണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അതിൽ നമ്മൾക്ക് ആവശ്യമുള്ള മെത്തേഡ്സിനെ മാത്രം ഓവർറൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോടാ?
ക്ലിയർ ആണ്. ലാസ്റ്റ് പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞേ, വോയിസ് ബ്രേക്ക് ആയ. ഓക്കെ, ഐ ടെസ്റ്റ് ലിസണർ എന്ന് പറഞ്ഞ ഇന്റർഫേസിന്റെ അകത്ത് ഓൺ ടെസ്റ്റ് സ്റ്റാർട്ട്, ഓൺ ടെസ്റ്റ് സക്സസ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം മെത്തേഡ്സ് ഉണ്ട്. ആൻഡ് ഈ മെത്തേഡ്സിനെ ഓവർ റൈഡ് ചെയ്യാണ് നമ്മൾ ഈ സ്പെസിഫിക് ആയിട്ടുള്ള ലിസണർ ക്ലാസ്സിൽ ചെയ്യുന്നത്. നമ്മളൊരു ജാവയിൽ നമ്മളെങ്ങനെ ഇന്റർഫേസിലുള്ള ഒരു മെത്തേഡിന് നമ്മളെങ്ങനെ ഓവർ റൈഡ് ചെയ്യുക, ആ ക്ലാസ്സിന് ആ ഇന്റർഫേസിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മൾ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ആ ക്ലാസ്സിൽ നമ്മൾ അതിനെ ഓവർ റൈഡ് ചെയ്യും അല്ലേ. either ഓവർ റൈഡ് കൊടുക്കാം, കൊടുക്കാതിരിക്കാം. പക്ഷെ നമ്മൾ അതേ സെയിം മെത്തേഡ് സിഗ്നേച്ചർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? സെയിം മെത്തേഡ് സിഗ്നേച്ചർ കൊടുക്കുമ്പോൾ എന്താ പറ്റുക? നമ്മുടെ ഇന്റർഫേസിലുള്ള മെത്തേഡ് ഓവർ റൈഡ് ആവും ഇല്ലേ? അല്ലേടാ, മറന്നുപോയോ ബേസിക്? ബേസിക് മറന്നുപോയോ? ചെറുതായിട്ട്. കുഴപ്പമില്ല. എനിക്ക് തോന്നി റെസ്പോൺസ് ഇല്ലാന്ന് എനിക്ക് തോന്നി ഞാൻ ഓർന്നു. ഓക്കെ, അതായത് ഒരു ഇന്റർഫേസിന്റെ ഇംപ്ലിമെന്റേഷൻ ഓർമ്മയുണ്ടോ എന്തെങ്കിലും? എവിടെയെങ്കിലും ഓർമ്മയുണ്ടോടാ? ചെറിയൊരു ഓർമ്മ, അത് കണ്ട ഓർമ്മ ഒരു ഇംപ്ലിമെന്റ്സ് യൂസ് ചെയ്യണം എന്നറിയാം. ഇംപ്ലിമെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഐ ടെസ്റ്റ് ലിസ്റ്റ് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഇന്റർഫേസ് ആണ് കേട്ടോ, നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ലേ. ബിൽറ്റ് ഇൻ ഇന്റർഫേസ് ആണ് ഐ ടെസ്റ്റ് ലിസ്റ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഐ ടെസ്റ്റ് ലിസ്റ്ററിന്റെ അകത്ത് നമുക്ക് ഓൺ ടെസ്റ്റ് സ്റ്റാർട്ട്, ഓൺ ടെസ്റ്റ് സക്സസ് എന്നുള്ള മെത്തേഡ്സ് ഉണ്ട്. സോ നമ്മൾക്ക് അതിനെല്ലാം ഓവർ റൈഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇന്റർഫേസിന്റെ അകത്തുള്ള ആ മെത്തേഡിന്റെ സെയിം മെത്തേഡ് സിഗ്നേച്ചർ നമ്മൾ റീയൂസ് ചെയ്താൽ മാത്രം മതി. ക്ലിയർ ആണോ? പബ്ലിക് വേർഡ് ഓൺ ടെസ്റ്റ് സ്റ്റാർട്ട് ടെസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ഒരു മെത്തേഡ്, ഇതേ മെത്തേഡ് സിഗ്നേച്ചർ ഉള്ള ഒരു മെത്തേഡ് ഓൾറെഡി ഇന്റർഫേസിൽ ഉണ്ടാവും. സോ ഈ ഓൺ ടെസ്റ്റ് സ്റ്റാർട്ട് കാണുമ്പോൾ ബൈ ഇറ്റ് സെൽഫ് ഇതിനെ ഓവർ റൈഡ് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ സൂപ്പർ ഡോട്ട് ഓൺ ടെസ്റ്റ് സ്റ്റാർട്ട്. എന്താ സൂപ്പർ കീവേഡ് എന്തിനാ യൂസ് ചെയ്യുന്നേ? ഒരാൾ പറഞ്ഞേ. ഇമ്മീഡിയറ്റ് പാരന്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി. യെസ്, ഇമ്മീഡിയറ്റ് പാരന്റിലുള്ള കോഡിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഓൺ ടെസ്റ്റ് സ്റ്റാർട്ടിനെ ആക്സസ് ചെയ്യാൻ സൂപ്പർ ഡോട്ട്, അതുപോലെ ഓൺ ടെസ്റ്റ് സക്സസിനെ ആക്സസ് ചെയ്യാൻ സൂപ്പർ ഡോട്ട് ഓൺ ടെസ്റ്റ് സക്സസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? നമ്മള് ഇന്റർഫേസിന് പറഞ്ഞ പോലെ ക്ലാസ്സിന് പോലെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യില്ലല്ലോ. ഇല്ല, ക്ലാസ്സിലെ പോലെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യത്തില്ല ഇന്റർഫേസിന്. അതിനാണോ ഈ നമ്മള് സൂപ്പർ കീവേഡ്? ഞാൻ മറന്നുപോയി. അല്ലല്ല, സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നത് ഇൻഹെറിറ്റൻസിലാണ്. ഇൻഹെറിറ്റൻസിൽ എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഒരു മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിൽ പോലെയാണ് ആക്ട് ചെയ്യാം. ഇന്റർഫേസിന്റെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ടാണ് ഒന്നിൽ കൂടുതൽ ഇന്റർഫേസ് നമുക്ക് യൂസ് ചെയ്യാം. സോ സൂപ്പർ കീവേഡ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മൾക്ക് നമ്മളുടെ ഈ ക്ലാസ്സിന്റെ ഇമ്മീഡിയറ്റ് പാരന്റ് ഉണ്ടല്ലോ, ഇവിടെ ഇമ്മീഡിയറ്റ് പാരന്റ് എന്ന് വെച്ചാൽ ആരാണ്? ഐ ടെസ്റ്റ് ലിസണർ അല്ലേ? സോ ഈ ഐ ടെസ്റ്റ് ലിസണറിലുള്ള മെത്തേഡ് ഓൺ ടെസ്റ്റ് സ്റ്റാർട്ട് മെത്തേഡിനെ എനിക്ക് ഇവിടെ ആക്സസ് ചെയ്യണം ചൈൽഡിൽ. സോ അതിനുകൊണ്ടാണ് സൂപ്പർ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നത്. സൂപ്പർ കീവേഡ് എന്തിനായിരുന്നു അവിടെ യൂസ് ചെയ്യുന്നത്? സൂപ്പർ കീവേഡ് എന്താ യൂസ് ചെയ്യുന്നത്? ഹരിത പറഞ്ഞേ. ഹരിത ജാവാ സെഷൻ മുഴുവൻ എടുത്തതല്ലോ, ഒന്ന് പറഞ്ഞേടാ. ഞാനല്ലേ? ഹരിതലാൽ. അല്ല, ഇമ്മീഡിയറ്റ് പാരന്റ് കോളിങ്ങിനാണ്. അപ്പൊ അത് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓൺ ടെസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഓൾറെഡി ഉണ്ട് ഇന്റർഫേസിന്റെ അകത്ത്, ഐ ടെസ്റ്റ് ലിസ്റ്റ് എന്ന ഇന്റർഫേസിന്റെ അകത്ത്. അതിനെ ഇതാക്കാൻ വേണ്ടി, അതിനെ ആക്സസ് ചെയ്യാനാണ് സൂപ്പർ ഡോട്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെ കുറെ മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ മെയിൻലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയാം. ഓൺ ടെസ്റ്റ് സ്റ്റാർട്ട് എന്ന് വെച്ചാൽ നമ്മൾ ടെസ്റ്റ് കേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻവോക്ക് ചെയ്യുന്നതാണ്. സ്റ്റാർട്ട് ആദ്യത്തേത്. ഇനി നെക്സ്റ്റ് ഓൺ ടെസ്റ്റ് ഫെയിലിയർ. കുറച്ച് താഴേക്ക് വാടാ. ഓൺ ടെസ്റ്റ് ഫെയിലിയർ
താഴ്ക്കോ. ഓൺ ടെസ്റ്റ് ഫെയിലിയറിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ടെസ്റ്റ് കേസ് ഫെയിലിയർ ആയാൽ ഐ ടെസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ പാസ് ചെയ്യുന്ന കണ്ടില്ലേ അവിടെ എല്ലായിടത്തും. ഈ ഐ ടെസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞ പാരാമീറ്റർ യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു ടെസ്റ്റ് കേസിന്റെ റിസൾട്ടിനെ റിട്ടേൺ ചെയ്യാനാണ്. ക്ലിയർ ആണോടാ? ഓരോ ടെസ്റ്റ് കേസും എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തെ റിസൾട്ട് എന്താണോ അതിനെ റിട്ടേൺ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ. ഇനി ഇവിടെ ഐ ടെസ്റ്റ് റിസൾട്ട് വഴി ഫെയിലിയർ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ എറർ ലോഗ് എന്താണ്, എറർ ലോഗിനെ കൂടെ ഡിസ്പ്ലേ ചെയ്യണം. എന്തുകൊണ്ട് ഫെയിൽ ആയി എന്നുള്ളത് കൂടെ ഡിസ്പ്ലേ ചെയ്യണം. സക്സസ് ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് റിട്ടേൺ ചെയ്യാനില്ല അല്ലേ? ക്ലിയർ ആണോ? ഓൺ ടെസ്റ്റ് ഫെയിലിയർ, ഓൺ ടെസ്റ്റ് സക്സസ്, അതുപോലെ ഓൺ ടെസ്റ്റ് സ്റ്റാർട്ട്. ക്ലിയർ ആണോടാ? ഇനി താഴേക്ക് വരൂ, ലോവർ മോസ്റ്റിലേക്ക് വരും. ഇങ്ങനെ കുറെ മെത്തേഡ്സ് നമ്മുടെ ഓവർറൈഡ് ചെയ്തിട്ടുണ്ട്. ഇതില് ഓൺ ഫിനിഷ് എന്ന ഒരു മെത്തേഡ് കണ്ടോ ഏറ്റവും അവസാനം ലൈൻ നമ്പർ 106 ഓൺ ഫിനിഷ് എന്ന് പറഞ്ഞ മെത്തേഡാണ് നമ്മുടെ ഈ എൻറ്റയർ ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷൻ പെർഫോം ചെയ്യുന്ന മെത്തേഡ്. ഒരു ടെസ്റ്റ് കേസ് അല്ല, ലെറ്റ്സ് ഞാൻ 4 ടെസ്റ്റ് കേസ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ എൻ്റെ 4 ടെസ്റ്റ് കേസിനെയും കൂടി ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യാനാണ് ആരെ യൂസ് ചെയ്യുന്നത്? ഓൺ ഫിനിഷിനെ യൂസ് ചെയ്യുന്നത്. എക്സിക്യൂട്ട് ചെയ്ത ശേഷം എന്തെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്യാനായിട്ട്. ലാസ്റ്റ് എൻഡില് ടെസ്റ്റ് കേസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് എൻഡിൽ എക്സിക്യൂട്ട് ചെയ്യാനാണ് ഓൺ ഫിനിഷ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ എക്സ്റ്റെൻഡ് ഡോട്ട് ഫ്ലഷ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ? ഈ എക്സ്റ്റെൻഡ് ഡോട്ട് ഫ്ലഷ് ആണ് നമ്മൾ ഇതുവരെ കളക്ട് ചെയ്ത് വെച്ച എല്ലാ ടെസ്റ്റ് റിസൾട്ടിന്റെ ഇൻഫോർമേഷനെയും നമ്മളുടെ റിപ്പോർട്ട് ടെംപ്ലേറ്റിലേക്ക് പാസ് ചെയ്യുന്നത്. ഇവിടെ ഈ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ കീവേഡ് എവിടുന്നാ വരുന്നത് നോക്കിക്കേ. കീവേഡ് അല്ല, എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ എവിടുന്നാ വരുന്നത്? ടോപ്പ് മോസ്റ്റ് പോയിക്കേ. യെസ്, എക്സ്റ്റെൻഡ് റിപ്പോർട്ട് യൂട്ടിലിറ്റി ഡോട്ട് ക്രിയേറ്റ് എക്സ്റ്റെൻഡ് റിപ്പോർട്ട്സ്. ഇതല്ലേ നമ്മുടെ യൂട്ടിലിറ്റി? അതായത് നമ്മുടെ ആ ടെംപ്ലേറ്റിലേക്ക് തന്നെ നമ്മുടെ എൻറ്റയർ റിസൾട്ടിനെ കൊടുക്കുന്നു. ക്ലിയർ ആണോടാ? സോ അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിനെ നേരെ എക്സ്റ്റെൻഡ് ഡോട്ട് ഫ്ലഷ് ഇല്ലേ, അതിന്റെ ഇതൊന്ന് പറയാം, എനിക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാനാ. ഓക്കേടാ. എക്സ്റ്റെൻഡ് ഡോട്ട് ഫ്ലഷ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ കളക്ട് ചെയ്ത് വെച്ച ഐ ടെസ്റ്റ് റിസൾട്ടിന്റെ വാല്യൂസ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഓരോ ലിസണറിൽ ഓരോ മെത്തേഡ്സ് വെച്ചിട്ട് നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ആ ഇൻഫർമേഷൻസിനെ എല്ലാം കൂടി നമ്മുടെ ടെംപ്ലേറ്റിലേക്ക് പുഷ് ചെയ്യാനാണ് ഫ്ലഷ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോടാ? ക്ലിയർ. ഓക്കെ, ഇനി നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞു. നമ്മൾക്ക് പേജ് ഒബ്ജക്റ്റ് മോഡലിൽ നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. കോഡ് എടുക്കൂ, നമ്മളുടെ പേജ് ക്ലാസ് എടുക്കൂ. SRC മെയിൻ ജാവയിൽ പേജസിൽ ആദ്യത്തെ ലോഗിൻ പേജ് എടുത്തോളൂ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ഓഫ് ബൈ ഡോട്ട് എക്സ്പാത്ത് അല്ലെങ്കിൽ ബൈ ഡോട്ട് നെയിം, ബൈ ഡോട്ട് ID എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, ഇല്ലേ? സോ ഇതില് ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഇനി ഇതേ സെയിം എക്സ്പാത്തിനെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കും, ഒരേ ലൊക്കേറ്ററിനെ തന്നെ. നിങ്ങൾ എന്ത് ചെയ്യും? ഓരോ തവണയും ലോക്കലായിട്ട് ഇതേപോലെ നിങ്ങൾ ഡോട്ട് ഫൈൻഡ് എലമെന്റ് എന്നുകൊണ്ട് എഴുതി കൊടുക്കും അല്ലേ? ലെറ്റ്സ് എനിക്ക് യൂസർ നെയിം എന്ന ഫീൽഡ് ഒന്നും കൂടെ ആവശ്യമുണ്ട്. അപ്പൊ
അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ നെക്സ്റ്റ് പേജ് ക്ലാസ്സിൽ നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡിൽ വന്നിട്ട് അഗെയിൻ വെബ് എലമെന്റ് യൂസർ നെയിം ഫീൽഡ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇതേ സാധനം ഞാൻ എഴുതും ഇല്ലേ. അത് ആക്ച്വലി ഒരു ഡ്യൂപ്ലിക്കേഷൻ ഓഫ് കോഡ് അല്ലേ? ആക്ച്വലി സ്പീക്കിംഗ് അതൊരു കോഡ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൂടെ? ആവശ്യമില്ലാതെ നമ്മളൊരു 2 ലൈൻസ് ഓഫ് കോഡ് വേസ്റ്റ് ആക്കുക ചെയ്യുന്നത് അല്ലേ? സോ അതിന് പകരം നമ്മൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ പേജ് ഫാക്ടറി എന്ന് പറഞ്ഞൊരു ഡിസൈൻ പാറ്റേണിനെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോടാ? പേജ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേണിനെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ദിസ് ഡോട്ട് ഡ്രൈവറിന്റെ താഴെ ടൈപ്പ് ചെയ്യൂ. മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? നമ്മളിപ്പോ ഈ ചെയ്ത മെത്തേഡ് വെച്ചിട്ട് നമ്മൾക്ക് ഏതെങ്കിലും ഒരു ലൊക്കേറ്ററിനെ റീയൂസ് ചെയ്യണമെങ്കിൽ അഗെയിൻ നമ്മൾ ഇതേ ഡിക്ലറേഷൻ സ്റ്റെപ്പ് ചെയ്യണ്ടേ? ഓക്കെ, അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസൈൻ പാറ്റേൺ ആണ് പേജ് ഫാക്ടറി. ഓക്കെ, നമ്മൾ ഇവിടെ പേജ് ഫാക്ടറി യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ടൈപ്പ് ചെയ്തോളൂ പേജ് ഫാക്ടറി ഡോട്ട് പി ക്യാപ്സ് ഡോട്ട് പേജ് ഫാക്ടറി init elements of ഫസ്റ്റ് വൺ എടുത്തോളൂ. പേജ് ഫാക്ടറി ഒന്ന് ഇമ്പോർട്ട് ചെയ്താടാ. elements of driver comma this ബ്രാക്കറ്റ്സിൽ നള്ളിന് പകരം ഡ്രൈവർ കൊടുക്കുക. നെക്സ്റ്റ് ഡ്രൈവർ പാരാമീറ്ററിന് പകരം ദിസ് കൊടുക്കുക. ഓക്കെ, സേവ് ചെയ്യൂ കേട്ടോ. ഇനി നമ്മളുടെ ലൈൻ നമ്പർ 16 മുകളിൽ വരൂ. യെസ്, അവിടെ ടൈപ്പ് ചെയ്തോളൂ @find by എഫ് ക്യാപ്സ് കേട്ടോ. എഫ് ക്യാപ്സ് എഫും ബിയും ക്യാപ്സ് കൊടുക്കുക. ബ്രാക്കറ്റ്സിൽ കൊടുക്കൂ. ബ്രാക്കറ്റ്സിൽ നമ്മളിവിടെ ബൈ ഡോട്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? എക്സ് പാത്ത് അല്ലേ? എക്സ് പാത്ത് ഈക്വൽസ് ഇനി ബൈ ഡോട്ട് എക്സ് പാത്ത് നിങ്ങൾ കോപ്പി ചെയ്ത് വെച്ചാൽ എക്സ് പാത്ത് ഇല്ലേടാ, ഒന്നവിടെ പ്ലേസ് ചെയ്യോ ഡബിൾ കോട്ട്സിൽ തന്നെ. @find by ഇമ്പോർട്ട് ചെയ്തേ. ഇനി ആ ലൈൻ നമ്പർ 19 കമന്റ് ചെയ്തോളൂ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തോളൂ, നിങ്ങളുടെ ഇഷ്ടം. കഴിഞ്ഞില്ല, പറഞ്ഞുതരാം. ആ യൂസർ നെയിം ഫീൽഡിന്റെ പേരും കോപ്പി എടുക്കൂ. യൂസർ നെയിം FLD കോപ്പി എടുക്കൂ. നിങ്ങൾ എന്താണോ ലൊക്കേറ്ററിന്റെ പേര് കൊടുത്തിട്ടുള്ളത് അത് അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യൂ. മുകളിൽ @find by കഴിഞ്ഞ് ടൈപ്പ് ചെയ്യൂ വെബ് എലമെന്റ് ENT ആണ് കേട്ടോ. വെബ് എലമെന്റ് സ്പേസ് കോപ്പി ചെയ്ത് വെച്ച വാല്യൂ പേസ്റ്റ് ചെയ്തോളൂ, സെമിക്കോളൻ. ഇനി ലൈൻ നമ്പർ 19 കമന്റ് ചെയ്യൂ. ഇതേപോലെ എൻ്റെ പാസ്വേഡും സൈൻ ഇൻ ബട്ടണും ചെയ്തേ. നിങ്ങൾ എക്സ്പാത്തിന് പകരം ഐഡിയോ ഏതെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം കേട്ടോ. ബൈ ID ഈക്വൽസ് അല്ലെങ്കിൽ നെയിം ഈക്വൽസ് എന്ന് കൊടുക്കാം കേട്ടോ. ബൈ ഡോട്ട് എന്ത് പാസ് ചെയ്യുന്നു അതേ വാല്യൂ പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ.
ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന വെബ് എലമെന്റ്സിന് മാത്രമല്ലേ ഇത് ഉപയോഗിക്കുള്ളൂ? അല്ല, എല്ലാറ്റിനും കൊടുക്കാം. സോ ദാറ്റ് ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് എവിടെയെങ്കിലും റീയൂസ് ഈ പേജിൽ എവിടെയെങ്കിലും റീയൂസ് ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾക്ക് പിന്നെയും കോഡ് എഴുതണ്ട. ഓക്കെ ഓക്കെ. അതുകൊണ്ട് നമ്മൾ പ്രൊജക്റ്റിൽ ചെയ്യുമ്പോൾ ഒരുമിച്ച് ഡിസൈൻ പാറ്റേൺ ഇംപ്ലിമെന്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ. ഓക്കെ, സോ ഇതേപോലെ നമ്മുടെ ബാക്കി 3 പേജ് ക്ലാസ്സസിലും ഇംപ്ലിമെന്റ് ചെയ്യണം പേജ് ഫാക്ടറി. ക്ലിയർ ആണോടാ? നിങ്ങക്ക് നാളേക്കുള്ള വർക്കാണേ. ഞാൻ ഒരു ഡൗട്ട് കൂടി ചോദിക്കട്ടെ. നമ്മളിവിടെ ഈ അസേർട്ടിനും നമ്മൾ ചില സമയത്ത് ഇത് എഴുതിയിട്ടില്ലേ? യെസ് യെസ്, അത് എനിക്കൊന്ന് മറ്റേ ഹരിതയുടെ ഒന്ന് കറക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള അസേർഷൻസിനെ നമ്മൾ പേജ് ക്ലാസ്സിലേക്ക് മാറ്റണം കേട്ടോ. അപ്പൊ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ട വാല്യൂ ബൂളിയൻ ആണ്, ബിക്കോസ് നമ്മൾ ഈസ് ഡിസ്പ്ലേഡിനല്ലേ യൂസ് ചെയ്തിട്ടുള്ളത്. പബ്ലിക് ബൂളിയൻ ഈസ് സ്പെസിഫിക് എലമെന്റ് ഡിസ്പ്ലേഡ് എന്ന് പറഞ്ഞിട്ട് ആ 2 ലൈൻസിനെ ഒരുമിച്ച് അങ്ങ് എടുക്കണം. അല്ല, എക്സ്പാത്ത് മാത്രമല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ഐ ഡി അല്ലെങ്കിൽ നെയിം ഏതെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ബൈ നെയിം യൂസ് ബൈ നെയിം ഈക്വൽസ് കൊടുക്കാം. ഇവിടെ നമുക്ക് കൊടുക്കാൻ മതി. സക്സസ് ഡിവിന്റെ കേസിൽ ഈ കേസിൽ 71ഉം 72ഉം ഏതിലേക്ക് പോകണം? പേജ് ക്ലാസ്സിലേക്ക് പോകണം, ന്യൂസ് പേജിലേക്ക് പോകണം. ആൻഡ് അവിടെ ഇനി നമ്മൾ എന്തും കൂടെ ഇംപ്ലിമെന്റ് ചെയ്യണം? പേജ് ഫാക്ടറി കൂടി ഇംപ്ലിമെന്റ് ചെയ്യണം. ഇവിടെ എങ്ങനെ കൊടുക്കാം? ഈസ് സക്സസ് ഡിവ് ഡിസ്പ്ലേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അവിടെ ഈ 2 ലൈൻസ് പേസ്റ്റ് ചെയ്തിട്ട് ഈ ബൂളിയൻ വാല്യൂ എന്താണ്? റിട്ടേൺ ഈ സെലക്ട് ഡിസ്പ്ലേഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇവിടെ വന്നിട്ട് ആ ഫംഗ്ഷനെ വിളിക്കുക. ബൂളിയൻ ബി സ്മോൾ ആണ് കേട്ടോ ഭാഗ്യ, ക്യാറ്റ്സ് അല്ല കേട്ടോ. സോ ഡൗട്ട്സ് ഇല്ലല്ലോടാ? ഞാൻ നെക്സ്റ്റ് പറയട്ടെ. ഓക്കെ ഫൈൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇല്ല, അത് അവിടെ തന്നെ നിന്നോട്ടെ. ആ കോഡ് അവിടെ നിന്നോട്ടെ, പ്രശ്നമില്ല. അതായത് നമ്മൾ ലൊക്കേറ്റേഴ്സ് യൂസ് ചെയ്യത്തില്ലേടാ? ലൊക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വെബ് എലമെന്റുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ചെയ്യത്തില്ലേ? അത് മാത്രം മൂവ് ചെയ്താൽ മതി, അല്ലാത്ത കോഡ് അവിടെ നിന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ ഫൈൻ. ഇനി നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലേ. ഇനി ഇതിലെല്ലാം നമ്മൾക്ക് കോമൺ ആയിട്ട് കാണാവുന്ന ഒരു ഇഷ്യൂ ഉണ്ടാവാം. അതായത് ലെറ്റ്സ് സേ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ വന്നു, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ ഒരു ബഗ് ഉണ്ട്. അതായത് ഒരു ചില എലമെന്റ്സ് ലോഡ് ആവാൻ ഒത്തിരി ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, ചില എലമെന്റ്സ് ലോഡ് ആവാൻ ടൈം എടുക്കുന്നുണ്ട്, ഫിക്സ് ചെയ്യാമെന്ന് നമ്മുടെ ഡെവലപ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഒറ്റ റീസൺ കൊണ്ട് തന്നെ ടെസ്റ്റ് കേസ് ഫെയിൽ ആയിക്കൊണ്ടിരിക്കാൻ പാടില്ല, അല്ലേ? ആ റീസൺ കൊണ്ട് മാത്രം എന്റെ ടെസ്റ്റ് കേസ് ഒരിക്കലും കണ്ടിന്യൂസ്ലി ഫെയിൽ ആവരുത്, അല്ലേ? കാരണം ഡെവലപ്പേഴ്സ് ഫിക്സ് ചെയ്യാൻ ചിലപ്പോൾ 2-3 സ്പ്രിന്റ് എടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരു മാസമോ 2 മാസമോ എടുക്കുന്നുണ്ടാവാം. കാരണം അവർക്ക് പ്രയോറിറ്റി ടാസ്ക്സ് വേറെ ഉണ്ട്, അവർ ചിലപ്പോൾ പെൻഡിങ് വെച്ച ടാസ്ക് ആയിരിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പെൻഡിങ് ടാസ്ക് ആണോ? നമ്മൾ ടെസ്റ്റ് കേസ് ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നേ. ടൈം ഔട്ട് നമ്മളുടെ ടെസ്റ്റ് സ്ക്രിപ്റ്റുകൾക്ക്
എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം ടൈം വെച്ചാൽ 5 സെക്കൻഡ്സ് ആണ്. ഓക്കെ, ബൈ ഡിഫോൾട്ട്. ഈ 5 സെക്കൻഡിന്റെ ഉള്ളിൽ ലെറ്റ്സ് സേ ഒരു എലമെന്റ് ലോഡ് ആയിട്ടില്ല എന്ന് വിചാരിക്കൂ. ലൊക്കേറ്റർ നോ എലമെന്റ് ഫൗണ്ട് നോ സച്ച് എലമെന്റ് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സെപ്ഷൻ അങ്ങ് റിട്ടേൺ ചെയ്യും. മനസ്സിലായോ? നോ സച്ച് എലമെന്റ് അടിച്ച് എന്ത് സംഭവിക്കും? ടെസ്റ്റ് കേസ് ഫെയിൽ ആവും, ഇല്ലേ? സോ അതിനെ അങ്ങനെ ഒരു സിനാരിയോനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ അപ്ലിക്കേഷന് എക്സിക്യൂഷൻ ഒന്ന് പോസ് ചെയ്ത് വെക്കാം, അല്ലെ? ആ ടെസ്റ്റിങ്ങിന് ഒന്ന് പോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയി, പിന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല, അല്ലെ? ഒരു 5 സെക്കൻഡ്സ് ഞാൻ ഒരു അഡീഷണൽ 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ആൻഡ് വിത്തിൻ 5 സെക്കൻഡ്സ് എക്സിക്യൂട്ട് ആവുകയാണെങ്കിൽ യെസ്, കുഴപ്പമില്ല, അവരെപ്പോഴാച്ചാ ഫിക്സ് ചെയ്തോട്ടെ. അതിലും കൂടുതലായിട്ടും ഇതേ സെയിം ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ക്രിട്ടിക്കൽ ബഗ് ആണ് എന്ന് പറഞ്ഞ് എനിക്ക് റേസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണോടാ? മനസ്സിലായടാ? ക്ലിയർ അല്ലേ? അത് പറഞ്ഞ കാര്യം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോസിനെ പറയുന്ന പേരാണ് വെയിറ്റ്. ഓക്കെ ഓക്കെ സോ നമുക്ക് 3 തരത്തിലുള്ള വെയിറ്റ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇംപ്ലിസിറ്റ് വെയിറ്റ്, എക്സ്പ്ലിസിറ്റ് വെയിറ്റ് ആൻഡ് ഫ്ലുവന്റ് വെയിറ്റ്. ഓക്കെ, ഇംപ്ലിസിറ്റ് വെയിറ്റ് എന്ന് വെച്ചാൽ ഗ്ലോബൽ വെയിറ്റ്സ് ആണ്. മെയിൻലി നമ്മൾ ഇംപ്ലിസിറ്റ് വെയിറ്റ്സ് എല്ലാം അപ്ലൈ ചെയ്യുന്നത് നമ്മളുടെ വെബ് ആപ്ലിക്കേഷൻ ലോഡ് ആവാനുള്ള ടൈം എടുക്കത്തില്ലേ? അതായത് നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ ലോഡ് ആവാനായിട്ട് അഡീഷണൽ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ സേവ് ചെയ്യാനാണ് നമ്മൾ മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത്, ഇംപ്ലിസിറ്റ് വെയിറ്റ്സ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? സോ അതിന്റെ സിൻടാക്സ് വരുന്നത് ഞാൻ ചാറ്റിൽ ഇട്ട് തരാം കേട്ടോ. ചാറ്റിലിട്ടണം, നോക്കൂ. ഒന്ന് കോപ്പി എടുക്കടാ, എല്ലാവരും കോപ്പി എടുത്തേ. നമ്മുടെ ടെസ്റ്റ് ബേസിലേക്ക് വന്നേ. ബേസിൽ ടെസ്റ്റ് ബേസ് എടുത്തേടാ. അവിടെ @before മെത്തേഡില് ന്യൂ ക്രോം ഡ്രൈവർ കഴിഞ്ഞിട്ട് പ്ലേസ് ചെയ്തോളൂ. അത് ഡ്യൂറേഷൻ ഒന്ന് ഇമ്പോർട്ട് ചെയ്യൂ. ഓക്കെ, ജാവ ടൈം ഡ്യൂറേഷൻ എന്താടാ? ജാവ ടൈം ഡ്യൂറേഷൻ തന്നെയല്ലായിരുന്നു? ആ, ടൈം ഡ്യൂറേഷൻ തന്നെ, ജാവ ടൈം ഡ്യൂറേഷൻ തന്നെ. സേവ് ചെയ്തോളൂ. സോ ഇതാണ് ഇംപ്ലിസിറ്റ് വെയിറ്റ്, അതായത് ഡ്യൂറേഷൻ ഓഫ് സെക്കൻഡ്സ് ഓഫ് 10, അതായത് ഒരു 10 സെക്കൻഡ്സ് അഡീഷണലി വെയിറ്റ് ചെയ്യൂ. ക്ലിയർ ആണോടാ? ഓക്കെ, ഇനി ഇംപ്ലിസിറ്റ് വെയിറ്റ് ക്ലിയർ അല്ല? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ? എക്സ്പ്ലെയിൻ ചെയ്യണോ? ക്ലിയർ അല്ലേടാ? ഞാൻ നെക്സ്റ്റ് പറയട്ടെ. ഓക്കെ.
Next is explicit weight. എക്സ്പ്ലിസിറ്റ് വെയിറ്റ് എന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ലാഗോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല. നെറ്റ്വർക്ക് ലാഗ് അല്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു എൻറ്റയർ പേജ് ലോഡാവുകയല്ല. ഇവിടെ എൻ്റെ ഇഷ്യൂ എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എലമെന്റ് ലോഡ് ആവുന്നില്ല. ഓക്കെ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എലമെന്റ് ലോഡ് ആവാൻ ഒരു 5 seconds അഡീഷണലി എടുക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഇഷ്യൂ. അപ്പൊ ഞാൻ ഈ എൻറ്റയർ ആയിട്ട് എൻ്റെ എൻറ്റയർ അപ്ലിക്കേഷനെ വെയിറ്റ് ചെയ്യിക്കേണ്ട ആവശ്യമുണ്ടോ ആക്ച്വലി? പകരം എനിക്ക് എന്ത് ചെയ്യാം, ഈ സ്പെസിഫിക് ആയിട്ടുള്ള എലമെന്റിനെ ലൊക്കേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് മാത്രം ഒരു വെയിറ്റ് അപ്ലൈ ചെയ്യാം. ചെയ്തൂടെ? അതിനെയാണ് എക്സ്പ്ലിസിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. അതായത് വെയിറ്റ് ദാറ്റ് ഇസ് അപ്ലിക്കബിൾ ടു ഈച്ച് വെബ് എലമെന്റ്. സ്പെസിഫിക് ആയിട്ടുള്ള വെബ് എലമെന്റിന് മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള കൈൻഡ് ഓഫ് വെയിറ്റ്സിനെയാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് വെയിറ്റ് എന്ന് വിളിക്കുന്നത്. ഇംപ്ലിസിറ്റ് വെയിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഗ്ലോബൽ വെയിറ്റ് ആണ്. ആൻഡ് ഗ്ലോബൽ വെയിറ്റ് എപ്പോഴാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുക? ഒരു അപ്ലിക്കേഷനെ ലോഡ് ചെയ്യുന്ന സമയത്ത്, ഒരു വെബ് അപ്ലിക്കേഷൻ ആക്സസ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, ഞാൻ യൂട്ടിലിറ്റീസിൽ ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തു, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യൂ, വെയിറ്റ് യൂട്ടിലിറ്റീസിൽ കേട്ടോ. Finish. ഞാൻ ഒരു കോഡ് നിങ്ങൾക്ക് പാസ് ചെയ്യാം. ഈ കോഡ് നിങ്ങൾ അവിടെ പ്ലേസ് ചെയ്തോളൂ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഇടാമോ? യെസ്, ഇടാട്ടോ. കോഡിലേക്ക് വന്നേ ഭാഗ്യ. അവിടെ പേസ്റ്റ് ചെയ്തോടാ കോഡ്. വെയിറ്റ് യൂട്ടിലിറ്റിയിൽ കോഡ് പേസ്റ്റ് ചെയ്തോടാ, മുകളിലെ കോഡ്. ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ്ലി പേസ്റ്റ് ചെയ്തോ വേണമെങ്കിൽ.
ഓക്കെ, പറയട്ടെ, എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. സോ ഇവിടെ നമ്മൾ ഈ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് എക്സ്പ്ലിസിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ എക്സാമ്പിൾ എടുത്തോളൂ കേട്ടോ. വെയിറ്റ് അൺടിൽ ക്ലിക്കബിൾ എന്ന് പറഞ്ഞ മെത്തേഡ്. ഇതാണ് അതിന്റെ ഫോർമാറ്റ് വരുന്നത്. അതായത് വെബ് ഡ്രൈവർ വെയിറ്റ് ഒരു ഒബ്ജക്റ്റ് ഈക്വൽസ് ന്യൂ വെബ് ഡ്രൈവർ വെയിറ്റ് ഓഫ് ഡ്രൈവർ കോമ ഡ്യൂറേഷൻ ഓഫ് സെക്കൻഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇംപ്ലിസിറ്റ് വെയിറ്റിൽ 10 എന്ന് മാനുവലി പാസ് ചെയ്തില്ലേ, അതിന് പകരം എക്സ്പ്ലിസിറ്റ് വെയിറ്റ് ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെന്ന് മാത്രം, ആൻഡ് ഓഫ് എത്ര സെക്കൻഡ്സ് ആണെന്ന് വിളിച്ചിട്ടുണ്ട്. ഇത് കോമൺ സ്റ്റെപ്പാണ്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വെബ് ഡ്രൈവർ വെയിറ്റിന് ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് ഏതാണോ ആ ഒബ്ജക്റ്റ് ഡോട്ട് അൺടിൽ ബ്രാക്കറ്റ്സിൽ നമ്മൾ എന്താ പാസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് കണ്ടീഷൻസ് ഡോട്ട് എന്താണോ എനിക്ക് അവിടെ ആവശ്യമുള്ളത്. എനിക്ക് ഇവിടെ ആദ്യം വേണ്ടത് എലമെന്റ് ക്ലിക്കബിൾ ആവുക എന്നുള്ളതാണ്. എന്ത് കൊടുത്തു? ഡോട്ട് എലമെന്റ് ടു ബി ക്ലിക്കബിൾ എന്ന് കൊടുത്തു. ഏത് എലമെന്റ് ആണ് ക്ലിക്കബിൾ ആവേണ്ടത് എന്നുള്ള ഞാൻ പാരാമീറ്റർ ആയിട്ടും പാസ് ചെയ്തു. ക്ലിയർ ആണോടാ? ഞാൻ ആദ്യം എഴുതിയ എക്സ്പ്ലിസിറ്റ് വെയിറ്റ് ക്ലിയർ ആണോ? ഫസ്റ്റ് എഴുതിയിട്ടുള്ള വെയിറ്റ് എന്റെ കോമൺ സിന്റാക്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. ചെക്ക് ചെയ്യൂ കേട്ടോ. കോമൺ സിന്റാക്സ് എന്ന് പറയുന്നത് ചാറ്റിലിട്ടുണ്ട്. ഈ എക്സ്പെക്റ്റഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ അഗെയിൻ ഒരു ബിൽറ്റ് ഇൻ ക്ലാസ് ആണ്. ഈ ബിൽറ്റ് ഇൻ ക്ലാസ്സിൽ നമുക്ക് കുറേ ഫങ്ഷൻസ് മെത്തേഡ്സ് അവൈലബിൾ ആണ്. സോ അതിൽ ഏത് മെത്തേഡ്സ് ആണോ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എക്സ്പെക്റ്റഡ് കണ്ടീഷൻസ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇവിടെ നമ്മുടെ യൂട്ടിലിറ്റിയിൽ എഴുതിയിട്ടുള്ളത് പോലെ ഏത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ അവിടെ പറഞ്ഞ പോയിന്റ്സ്? ഡൗട്ട് ഉണ്ടോ എക്സ്പ്ലിസിറ്റ് വെയിറ്റ്? ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടെ പറയാമോ? ഏതാടാ? വെയിറ്റ് അൺടിൽ ആണോ? ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് ഞാൻ. ഓക്കെ, വെയിറ്റ് അൺടിൽ എന്ന് പറഞ്ഞ നമ്മൾ എക്സ്പെക്റ്റഡ് കണ്ടീഷൻസ് ഞാൻ തന്നിട്ടില്ലേ ഞാൻ ജനറൽ സിന്റാക്സിൽ. ഈ എക്സ്പെക്റ്റഡ് കണ്ടീഷൻസ് എന്ന് വെച്ചാൽ ബിൽറ്റ് ഇൻ ക്ലാസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ബിൽറ്റ് ഇൻ ക്ലാസിന്റെ അകത്ത് കുറെ അധികം ഫങ്ഷൻസ് ഉണ്ട്, മെത്തേഡ്സ് ഉണ്ട്. സോ ആ മെത്തേഡ്സിനനുസരിച്ചിട്ട് ഇപ്പോ നമ്മൾ ഈ യൂട്ടിലിറ്റി നോക്കിയാൽ കാണാം എക്സ്പെക്റ്റഡ് കണ്ടീഷൻസ് ഡോട്ട് എലമെന്റ് ടു ബി ക്ലിക്കബിൾ, അല്ലെങ്കിൽ അലേർട്ട് ഈസ് പ്രസന്റ് ആൻഡ് പ്രസൻസ് ഓഫ് എലമെന്റ് ലൊക്കേറ്റഡ്. അതും അല്ലെങ്കിൽ എന്താണ് എക്സ്പെക്ട് കണ്ടീഷൻ ഡോട്ട് ടെക്സ്റ്റ് ടു ബി പ്രസന്റ് ഇൻ എലമെന്റ് എന്നിങ്ങനെ കുറേ മെത്തേഡ്സ് അവൈലബിൾ ആണ്. നമ്മളുടെ ആവശ്യം അനുസരിച്ചിട്ട് ഏത് മെത്തേഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ക്ലിയർ? ഇനി ഇതിൽ ഒരു കാര്യം ചെയ്തോളൂ. ഡെമോ പേർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്പ്ലിസിറ്റ് വെയിറ്റ് എല്ലാ പേജ് ക്ലാസ്സിലും ഏതെങ്കിലും ഒരു എലമെന്റിന് മാത്രം അപ്ലൈ ചെയ്യാം. ഡെമോ പർപ്പസിനാണ്. ആ വെയിറ്റ് അൺടിൽ ക്ലിക്കബിൾ എന്നുള്ള മാത്രം ഒന്ന് കോപ്പി എടുക്കട, ഫംഗ്ഷൻ നെയിം മാത്രം, മെത്തേഡ് നെയിം മാത്രം. ഇനി നമ്മളുടെ പേജ് ക്ലാസ്സിലേക്ക് പോവാം, ലോഗിൻ പേജിലേക്ക് പോവാം. ഇവിടെ ക്ലിക്കബിൾ ആയിട്ടുള്ള എലമെന്റ് ഏതാ? സൈൻ ഇൻ ബട്ടൺ. സോ ഇവിടെ
ഓക്കെ, ഇവിടെ ഡോട്ട് ക്ലിക്കിന് തൊട്ട് മുകളിലായിട്ട് ടൈപ്പ് ചെയ്യൂ. അല്ല, ആദ്യം പേജ് ഫാക്ട് ലോഗിൻ പേജിലേക്ക് വരും, നമ്മുടെ കൺസ്ട്രക്ടറിലേക്ക് വരും. ഫസ്റ്റ് ഓഫ് ഓൾ പബ്ലിക് വെബ് ഡ്രൈവർ കഴിഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യൂ. പബ്ലിക് വെയിറ്റ് യൂട്ടിലിറ്റി ഈക്വൽസ് വെയിറ്റ് യൂട്ടിലിറ്റിക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യടാ. ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യേണ്ടത് ഇവിടെ, ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇവിടെയാണോ? അല്ലല്ല, ഒരുമിച്ച് തന്നെ അവിടെ ചെയ്തു. ജസ്റ്റ് മുകളിൽ തന്നെ ചെയ്താൽ മതി, ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്താൽ മതി. പബ്ലിക് വേണ്ട. വെയിറ്റ് യൂട്ടിലിറ്റിക്ക് അല്ലേ? വെയിറ്റ് യൂട്ടിലിറ്റിക്ക് ഒബ്ജക്റ്റ്. W സ്മോൾ ആക്കിക്കോളൂ കേട്ടോ. സെമിക്കോൺ. വെയിറ്റ് യൂട്ടിലിറ്റി ഇമ്പോർട്ട് ചെയ്യൂ. അൺടിൽ ക്ലിക്കബിളിന് തൊട്ട് ഡോട്ട് ക്ലിക്കിന് തൊട്ട് മുൻപായിട്ട് ടൈപ്പ് ചെയ്യൂ. വെയിറ്റ് യൂട്ടിലിറ്റി ഡോട്ട് ഒബ്ജക്റ്റ് ആണ്. വെയിറ്റ് യൂട്ടിലിറ്റി ക്ലാസ്സിന് ഒബ്ജക്റ്റിന്റെ പേരും വെയിറ്റ് യൂട്ടിലിറ്റി എന്നല്ലേ, സെയിം യൂസ് ചെയ്യും. ഡോട്ട് വെയിറ്റ് അൺടിൽ കൺട്രോൾ സ്പേസ് അടിക്കൂ. വെയിറ്റ് അൺടിൽ ക്ലിക്കബിൾ. എലമെന്റ് പാസ് ചെയ്യേണ്ടത് ഏതാണ്? ഡ്രൈവർ കറക്റ്റ് ആണ്. ഏതാ എലമെന്റ് പാസ് ചെയ്യേണ്ടത് ഇവിടെ? സൈൻ ഇൻ ബട്ടൺ. സോ സെയിം വേ നമുക്ക് എല്ലാ പേജ് ക്ലാസ്സിലും ഓരോ ബട്ടൺസ് അവൈലബിൾ അല്ലേ? ഏതെങ്കിലും ഒരു ബട്ടണിന് ഇതുപോലെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഡോട്ട് ക്ലിക്കിന് തൊട്ട് മുകളിലായിട്ട് ഇത് എഴുതുക. ഓക്കെ, ബട്ടന് മാത്രം ചെയ്താൽ മതിയോ? ഏതെങ്കിലും ഒരു ബട്ടണിന് മാത്രം, ഏതെങ്കിലും ഒരു ബട്ടൺ മാത്രം സെലക്ട് ചെയ്ത് അതിൽ മാത്രമായിട്ട് ചെയ്താൽ മതി. ഓക്കെ. ഓക്കെ, സോ നിങ്ങൾക്ക് അപ്പം നാളേക്ക് 2 വർക്ക്സ് ആണ് ഉള്ളത്. ഒന്ന് ആ പേജ് ഫാക്ടറി ഇംപ്ലിമെന്റേഷൻ കംപ്ലീറ്റ് ചെയ്യണം. സെക്കൻഡ്ലി ഏതായിരുന്നു? വെയിറ്റ് യൂട്ടിലിറ്റീൻ്റെ എല്ലാത്തിലും ആഡ് ചെയ്യണം. ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് നാളേക്കുള്ള വർക്ക്സ് കേട്ടോ. ഓക്കെ, ഇനി ഒരു ടോപ്പിക് കൂടെ എടുക്കാൻ ടൈം ഉണ്ടോ? വേണ്ട, അത് നമുക്ക് നാളെ എടുക്കാം, പ്രശ്നമില്ല. നിരഞ്ജന, ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ടറിന്റെ ടോപ്പിക് എടുത്തു കഴിഞ്ഞായിരുന്നു. അത് ഇതിന്റെ മുന്നേ എടുക്കുന്നതാടാ, എന്ത് പറ്റി? ഇല്ലല്ല, ഞാൻ ചോദിച്ചതാ. കഴിഞ്ഞ വട്ടവും അത് മിസ്സായി പോയായിരുന്നു കേട്ടോ. ഓക്കെ, ഫൈൻ. എക്സിക്യൂട്ടർ അല്ലേ? നീ പിന്നെ ഓൾറെഡി പ്രൊജക്ട് തൊട്ട് മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഫോക്കസ് ചെയ്യാൻ. ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് പറഞ്ഞുതരാം. പറഞ്ഞുതരാം. ഓക്കെ, നാളെ എടുക്കാനുള്ള ടോപ്പിക്കിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രം ഞാൻ പറയാം കേട്ടോ. ചെയ്യാനുള്ളതും കോഡൊക്കെ നമുക്ക് നാളെ ചെയ്യാം. ജസ്റ്റ് ഇന്ന് ഞാൻ ഇൻട്രൊഡക്ഷൻ മാത്രം പറയുന്നുണ്ട്. അതായത് ലെറ്റ്സ് സേ നമ്മളുടെ കയ്യിൽ ടെസ്റ്റ് കേസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ആ ടെസ്റ്റ് കേസ് ചിലപ്പോൾ പാസ്സാവും, ചിലപ്പോൾ ഫെയിൽ ആവും. സ്വയം ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ടൈപ്പ് ഓഫ് ടെസ്റ്റ് കേസ് ആണെന്ന് വിചാരിക്കൂ. ക്ലിയർ ആണോടാ? എന്ത് ചെയ്താലും ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ടൈപ്പ് ഓഫ് ടെസ്റ്റ് കേസ് ആണ് എൻ്റെ കയ്യിലുള്ള ഒരു ടെസ്റ്റ് കേസ്. സോ അങ്ങനെയുള്ള ടെസ്റ്റ് കേസസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലേക്കി ടെസ്റ്റ് കേസ്. FLAKY. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഫ്ലേക്കി ടെസ്റ്റ് കേസസ് വരുമ്പോൾ ആസ് ടെസ്റ്റേഴ്സ് നമുക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഇങ്ങനെ ടെസ്റ്റ് കേസ് ഫ്ലേക്കി ആണെന്ന് നമ്മൾ ആരെ അറിയിക്കും? നമ്മളുടെ
കൺസേൺ ഡെവലപ്പേഴ്സിനെ നമ്മൾ അറിയിക്കും അല്ലേ? കൺസേൺ ഡെവലപ്പേഴ്സ് എന്ത് ചെയ്യും? കൺസേൺ ഡെവലപ്പേഴ്സ് ഇത് നേരെ വന്നിട്ട് ഓക്കെ വിൽ ഫിക്സ് ഇറ്റ് എന്ന് പറയും. പക്ഷെ ഈ ടെസ്റ്റ് കേസ് പാസ്ഡ് ആണോ ഫെയിൽഡ് ആണോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല അല്ലേ? സോ നമ്മളിത് മാനുവലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു 2 തവണ അല്ലെങ്കിൽ 3 തവണ അടുപ്പിച്ച് എക്സിക്യൂട്ട് ചെയ്യും. അതിൽ ഏതെങ്കിലും ഒരു തവണ പാസ് ആയാൽ അതിനെ പാസ്ഡ് ടെസ്റ്റ് കേസിലേക്ക് കൂട്ടും, ഇല്ലെങ്കിൽ ഫെയിൽ ടെസ്റ്റ് കേസിലേക്ക് കൂട്ടും അല്ലേ? അതല്ലേ നമുക്കപ്പോ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡെവലപ്പേഴ്സ് ഫിക്സ് ചെയ്യുന്നത് വരെ ടെമ്പററി ആയിട്ട്. ഓക്കെ, സോ അങ്ങനെയുള്ള സിനാരിയോസിന് നമ്മൾ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ആണെങ്കിൽ അതിന് ഈ നമ്മൾ പറഞ്ഞ സെയിം കാര്യം തന്നെ, അതായത് 3 4 തവണ അടുപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതേ ടെസ്റ്റ് കേസിനെ തന്നെ അങ്ങ് അപ്ലൈ ചെയ്യും. ഓക്കെ, സോ അങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെക്കാനിസത്തിന്റെ പേരാണ് റീട്രൈ മെക്കാനിസം. ഓക്കെ, ഞാൻ ഇതിന്റെ കോഡ് നാളെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഞാൻ ജസ്റ്റ് റീട്രൈന്റെ കോഡ് മാത്രം തരാം കേട്ടോ. SRC ടെസ്റ്റ് ജാവയിലേക്ക് വരൂ. അവിടെ റീട്രൈ എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം. കോഡ് ഞാൻ നിങ്ങൾക്ക് എൻറ്റയർ ആയിട്ട് നാളെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇത് മാത്രം എഴുതി വെച്ചാൽ മാത്രം മതി കേട്ടോ. അവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യൂ, റീട്രൈ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, റീട്രൈ ക്ലാസിന്റെ അകത്ത് ഇതാ ഈ കോഡ് ഒന്ന് പ്ലേസ് ചെയ്തേടാ. ഇമ്പോർട്ട്സ് ഞാൻ തരാം കേട്ടോ. പ്രൈവറ്റ് സ്റ്റാറ്റിക് കോഡ് അവിടെ നിന്നിട്ട് എടുത്തോ, അവിടെ നിന്നിട്ട് എടുത്തോ. ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് അത് ഞാൻ സെയിം തന്നെയാണ്, 2 തവണ പേസ്റ്റ് ചെയ്ത് പോയതാ. ചാറ്റിൽ ഞാൻ ഇമ്പോർട്ട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓക്കെ, റീട്രൈ കഴിഞ്ഞിട്ട് പ്ലേസ് ചെയ്യാം. implements I retry analyzer. ചാറ്റിലുണ്ടടാ. ആ ഇനി നമ്മുടെ ലോഗിൻ ടെസ്റ്റിലേക്ക് വന്നേ. ഓക്കെ, നമ്മളുടെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് സിനാരിയോ എടുക്കൂ. വെരിഫൈ ലോഗിൻ വിത്ത് വാലിഡ് യൂസർ നെയിം ഇൻവാലിഡ് പാസ്വേഡോ ഏതെങ്കിലും ഒരു നെഗറ്റീവ് സിനാരിയോ എടുക്കൂ കേട്ടോ. അതിൽ ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ചാറ്റിൽ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്, അതൊന്ന് പ്ലേസ് ചെയ്യടാ. എന്താണ് നിങ്ങളത് നാളെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പൊ അത് ജസ്റ്റ് കോമ ഇട്ടിട്ട് യെസ്, നാളെ യെസ്, ഇത് നിങ്ങൾക്ക് നാളെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. ഇന്നിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ടൈം ഇല്ലല്ലോ, 8 ആയില്ലേ ഓൾറെഡി. ഇപ്പോ നിങ്ങൾക്ക് ഓഫീസിൽ പോകാനൊക്കെ ഉള്ളതല്ലേ, ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്താൽ കുറച്ചുണ്ട് അത് പറയാനായിട്ട്. സോ അതുകൊണ്ടാണ് ഇപ്പോൾ നാളേക്ക് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ വർക്കും കംപ്ലീറ്റ് ചെയ്യുക, റെപ്പോ ഷെയർ ചെയ്യുക കേട്ടോ.
ഓക്കെ.